ഹലോ ഗായ്സ്, ഒരു ചായയോട് കൂടി എൻ്റെ ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ്നെസ് കിട്ടി. ഞാനിതാ തുണി കഴുകാൻ വേണ്ടി പോയി. തുണിയൊക്കെ കഴുകി. ദോശ സെക്കൻഡറിയാണ് കേട്ടോ, സൺഡേ അല്ലയോ, മക്കൾക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. എന്നിട്ട് തുണിയൊക്കെ കഴുകിയിട്ട് ദോശയൊക്കെ ചുടാൻ വന്ന് ദോശയൊക്കെ ചുടാൻ വെച്ച് ഒരു അടുപ്പിലോട്ട് ഉച്ചക്കലത്തേക്കുള്ള തീയലിനുള്ളതും കൂടെ വാട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എടുത്ത് നമ്മൾ കൂട്ട് റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അതും അടുപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് കിഴങ്ങ് സവാളയൊക്കെ ഇട്ട് പിന്നെ വഴുതനങ്ങയും ഇട്ട് ഞങ്ങൾ വേവിക്കാൻ വെച്ചിട്ട് ദോശ ഇടുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ കൂടെ. സൺഡേ ആയതുകൊണ്ടൊരു മടിയൊക്കെ ഉണ്ട്, എങ്കിലും ചെയ്തല്ലേ വരത്തുള്ളൂ. പിന്നെ ജാറെടുത്ത് രാവിലെ ദോശയുടെ കൂടെ നമുക്ക് ചമ്മന്തിയാണ്. ഇന്നലെ അരി ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞങ്ങളിന്ന് ഗോതമ്പ് ദോശയാക്കി. ഗോതമ്പ് ദോശ നല്ല തേങ്ങാ ചമ്മന്തി, അങ്ങനെ കടുവൊക്കെ വറുത്ത് തേങ്ങാ ചമ്മന്തിയൊക്കെ ഇതൊക്കെ ഇടുന്ന ചൂടാക്കി സെറ്റാക്കി മാറ്റി വെച്ച്. മടിയൊക്കെ ഉണ്ട് കേട്ടോ, ഞായറാഴ്ച വലിയ പൊതുവേ മടിയാണ്. പിന്നെ ഒരടുപ്പിലോട്ട് അത് വാങ്ങിയിട്ട് ഒരടുപ്പിലോട്ട് നമ്മൾ രാവിലെ മോരുകറിയാണ് വെക്കാൻ പോലെ. മോരുകറിക്ക് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കി വെച്ച്. ഇവിടെ മോരിനാണെങ്കിൽ തേങ്ങ അരയ്ക്കില്ല. തേങ്ങ അരയ്ക്കാതെ നമ്മൾ മോരടിച്ച് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ചൂടാക്കി ഞെടുക്കും. ഒരടുപ്പിലോട്ട് വഴുതനങ്ങയുടെ കൂട്ട് റെഡിയായത് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു. ഇന്ന് എൻ്റെ ഉച്ചക്കലത്തെ കൂട്ടാനെന്ന് പറയാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിയും മോരുകറിയും പിന്നെ ഉണക്ക കൊഞ്ച് തീയലുമാണ്. അങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ സെറ്റാക്കിയത് അടച്ച് മാറ്റി വെച്ച്. അങ്ങനെ ഞാൻ ആഹാരം ഒരുവിധം കോവയ്ക്ക മെഴുക്കുവരട്ടിയും ബ്രേക്ക്ഫാസ്റ്റും മോരുകറിയും സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി, എനിക്ക് പുറത്തിരുന്ന് ആഹാരം കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുറത്തിരുന്ന് ഇലയുടെ പച്ചപ്പൊക്കെ കണ്ട് ആഹാരം കഴിച്ച് കൃത്യനെ ഡാൻസിന് കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ കുണ്ടറിലേക്ക് പോവുക. കുറേ ഇരുന്ന് അവളെ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നാട്യശാസ്ത്രയുടെ മുന്നിലെത്തി. മുകളിലാണ് ഡാൻസ് സ്കൂള്. അങ്ങനെ മുകളിൽ പോയി കൈ കാണിച്ചതേ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരത്തുള്ളൂ. അങ്ങനെ മോള് കൈയൊക്കെ കാണിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ച് അവിടെ വീട്ടിൽ വന്ന് രാവിലത്തെ നമ്മൾ വേവിച്ച് വെച്ച വഴുതനങ്ങ കറിയുടെ കൂട്ട് റെഡിയാണ്. വഴുതനങ്ങയും ബാക്കിയെല്ലാം വേവിച്ച് വെച്ചില്ലേ, അങ്ങനെ വറുത്തരച്ച് തീയല വെക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് മോൻ വന്ന് നോക്കുന്നു, അവന് കഴിക്കാൻ പറ്റിയ വല്ലതും ആണോന്ന്. ചോപ്പ് കളർ കണ്ട് വന്ന് നോക്കിയതാ, അല്ലെന്ന് അറിഞ്ഞപ്പം തിരിച്ചും പോയി. അങ്ങനെ തേങ്ങ അരച്ചത് ദാണ്ടെ ഈ വേവിച്ച് വെച്ച കഷ്ണത്തിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് നമ്മൾ കൊഞ്ചായതിൻ്റെ സ്പെഷ്യൽ ഉണക്ക കൊഞ്ച് തീയലല്ലയോ, അങ്ങനെ കൊഞ്ചും കൂടെ ഒക്കെ ഇട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊഞ്ചൊക്കെ ഇട്ട് മൂടി വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കും, ഒന്ന് വേവിച്ചെടുക്കും. എന്ന് വെച്ചാൽ ആ വെള്ളം ഒന്ന് കുറുകുന്ന സമയം വരെ മൂടി വെച്ച് വേവിക്കും. ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് നമ്മൾ തീ കെടുത്തി എടുക്കും. നമ്മുടെ തീയല റെഡി. ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടുത്തെ മക്കൾക്ക് ഉണക്ക കൊഞ്ച് ഇതുപോലെ തീയൽ വെച്ച് കൊടുക്കുന്നത്. നല്ലോണം ചോറ് കഴിക്കും, മോനും കഴിക്കും മോളും കഴിക്കും. എന്നിട്ട് ഞങ്ങൾ ഹൃദയ വിളിക്കാൻ പോയി തിരിച്ച് വീട്ടിലോട്ട് വരിക. ഹൃദയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ വണ്ടി ഓടിക്കുമല്ലോ. എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഉച്ചവരെയുള്ള പ്രോഗ്രാം ഇതാണ്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.